ഇപ്പം നമ്മൾ നിൽക്കുന്നത് പ്രളയക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു മണ്ഡലത്തിലാണ്, അതായത് മാവേലിക്കര പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത? തീർച്ചയായും കൊടുക്കുന്നൽ സുരേഷിൻ്റെ വിജയം മാവേലിക്കരയിൽ പൂർണ്ണമായും നിശ്ചയിച്ചുറപ്പിച്ച ഒരു വിജയമായി തന്നെയാണ് കരുതുന്നത്. കൊടുക്കുന്നൽ സുരേഷ് ഉറപ്പാണ്. തീർച്ചയായിട്ടും UDFിൻ്റെ സ്ഥാനാർത്ഥി കൊടുക്കുന്നൽ സുരേഷ് തന്നെയാണ്. മാവേലിക്കര പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ കൊടുക്കുന്ന സുരേഷ് അല്ല വേറെ ആരും ജയിക്കുന്ന ലക്ഷണമില്ല, ജയിക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ എന്താണെങ്കിൽ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ പുള്ളിയാണ് ജയിക്കുന്നത്, സുരേന്ദ്രനാണ് ജയിക്കുന്നത്. കെ സുരേന്ദ്രൻ അല്ല വേറെ ആരും ജയിക്കത്തില്ല. ഇവിടെ കൊടുക്കുന്ന സുരേഷ് ജയിക്കും, അത് ഉറപ്പാ, 100% ഉറപ്പാ. കൊടുക്കുന്ന സുരേഷ് ജയിക്കാൻ ചാൻസ് ഉണ്ട്. കൊടുക്കത്തിൽ സുരേഷ് കൊടുക്കുന്ന സുരേഷ് കൊടുക്കുന്നിൽ ജയിക്കത്തുള്ളൂ. 100-ൽ എനിക്ക് 99% ഉറപ്പാ കൊടുക്കുന്നിൽ സുരേഷ് ജയിക്കും. അന്നെ എനിക്കറിയാൻ മേല. ത്രികോണ മത്സരമായതുകൊണ്ട് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. മലപ്പുറമുള്ള വളാഞ്ചേരി, ഇവിടുത്തെ സ്ഥിതിഗതികൾ കുറിച്ചിട്ട് അറിയില്ല. വയനാട് രാഹുൽ ഗാന്ധി 3 ലക്ഷത്തിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ചാൻസ് ചിറ്റേത്തിന് ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിറ്റയം ജയിക്കുമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. LDF ചിറ്റയം ഗോപകുമാർ കൊടുക്കുന്നു. 100% കൊടുക്കുന്നൽ സുരേഷ്. ഞങ്ങൾക്ക് ചിറ്റയം ഗോപകുമാർ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ പൊതുജനങ്ങളെ വിശ്വസിക്കാനൊക്കത്തില്ല. ഞാൻ പത്തനംതിട്ട നിയോജകമണ്ഡലത്തിലെ ആളാണ്. ആര് ജയിക്കും അവിടെ? അവിടെ മിക്കവാറും ആന്റണി. ആര് ജയിക്കുന്നു? കോൺഗ്രസ്. കോട്ടയാണെങ്കിൽ പറയാം. ഓക്കെ, പറഞ്ഞു കുഴപ്പമില്ല. കോട്ടയാണെങ്കിൽ ഞങ്ങളുടെ തോമസ് ചാഴിക്കാടൻ ജയിക്കും. കോട്ടയത്ത് ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ആരും വിരോധമില്ല, അല്ലാതെ നമ്മുടെ ആൾക്കാരാണ്. അതേ ഉള്ളൂ, അതേ പറയാനൊക്കെ. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ജയിക്കത്തുള്ളൂ. സ്ഥാനാർത്ഥിയെ ജയിക്കത്തുള്ളൂ. കൊടുക്കുന്നില്ല ജയിക്കും. കൊടുക്കുന്നില്ല ജയിക്കും. ആര് ജയിക്കും? മാവേലിക്കര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കും? ഉറപ്പാണോ? ആര് ജയിക്കും? നമ്മുടെ പയ്യന് ജയിക്കുമെന്ന് എനിക്ക് പറയാം. ജയിക്കുമെന്ന് ഞാൻ പറയുന്നത്. ആര് ജയിക്കും മാവേലിക്കര പാർലമെന്റിൽ? ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ ജയിക്കും. മാവേലിക്കര ആര് ജയിക്കും? അറിയില്ല. മാവേലിക്കര ആര് ജയിക്കും? മാവേലിക്കര ആര് ജയിക്കും? കൊടുക്കുന്ന സുരേഷ്. മാവേലിക്കര ആര് ജയിക്കുന്ന അഭിപ്രായം? അഭിപ്രായം വലിയ അഭിപ്രായമില്ല. കൊടുക്കുന്ന സുരേഷ് ജയിക്കാനുള്ള സാധ്യത. ആരെങ്കിലും ജയിക്കും. സുരേഷ് അത് കട്ടക്കട്ടയാണ് നിൽക്കുന്നത്. മാവേലിക്കര ആര് ജയിക്കും? ചിറ്റയം ഗോപകുമാർ. ആര് ജയിക്കും? അത് ജയിക്കുന്ന ഓട് നടക്കുമ്പോൾ മാവേലിക്കര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കും? ആരെങ്കിലൊക്കെ ജയിക്കും. എനിക്കറിയത്തില്ല. ഗോപകുമാർ ജയിക്കും. മാവേലിക്കര പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കും? ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ LDF സ്ഥാനാർത്ഥി. അതായത് അടൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിൻ്റെ ഏറ്റവും വികസനത്തിന് വേണ്ടി ചിറ്റയം ഗോപകുമാർ സമർപ്പിച്ച ഓരോ ഇതും നമുക്കെല്ലാവർക്കും വിലയേറിയ. അതുകൊണ്ട് ചിറ്റയം ഗോപകുമാർ എന്നെ ജയിക്കുമെന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എൻ്റെയും കൂടി. ചിറ്റയം ഗോപകുമാർ വിജയിക്കും. പത്തനംതിട്ടയിലെയാണ്. കെ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആര് ജയിക്കും മോളെ? കൊടുക്കുന്ന സുരേഷ്. ആര് ജയിക്കും? മാവേലിക്കര ആര് ജയിക്കും? അത് കോൺഗ്രസ് തന്നെ. പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കും? ജയിച്ചു കഴിഞ്ഞിട്ട് പറയാം. അത്ര ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. ആര് ജയിക്കും? പിന്നെ മാവേലിക്കര ചിറ്റയം ഗോപകുമാർ. ഒരു കുഴപ്പമില്ല. മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അതുകൊണ്ട് ചിറ്റയം ഗോപകുമാർ തന്നെ ജയിക്കണം. LDF ചിറ്റയം ഗോപകുമാർ തന്നെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷ. ചിറ്റയം ഗോപകുമാറേ ജയിക്കണം, പക്ഷേ ടൈറ്റ് മത്സരമാണ്. ആര് ജയിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. വോട്ട് കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസ് തന്നെ ജയിക്കുള്ളൂ. കൈപ്പത്തി. ഞാൻ ഇവിടുത്തെ ചേട്ടത്തെ. ചിറ്റയം ഗോപകുമാർ ജയിക്കും. ആര് ജയിക്കും? എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റത്തില്ല. ജയിക്കും. ചിറ്റയം
ബി ജെ പി ജയിക്കും. അറിയത്തില്ല. വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ കണ്ണൂരുകാരാണ്. അവിടെ ശ്രീമതി ടീച്ചർ തന്നെ ജയിക്കും. നമുക്കൊന്നും പറയാം. ഗോപകുമാർ ജയിക്കുന്നതല്ലേ? ഉറപ്പായിട്ടും അറിയാം, പക്ഷേ ഞങ്ങൾ പിന്നെ അത് വ്യക്തമാക്കാൻ തയ്യാറല്ല.